ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് 30,000 വരെ സാലറി കിട്ടുന്ന ഒരു പെർമനന്റ് വർക്ക് ഫ്രം ഹോം ജോബിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ജോബ് എന്ന് പറയുന്നത് കസ്റ്റമർ കെയർ സർവീസിൽ തന്നെയാണ് ടെലികോളിംഗ് ജോബ്സ് ഒക്കെ വരുന്നത്. അതും പോപ്പുലർ ആയിട്ടുള്ള ഒരു MNC കമ്പനിയിൽ. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 19,000+ കമ്പനീസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഒരുപാട് കസ്റ്റമർ കെയർ സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ പല തരത്തിലുള്ള കമ്പനീസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ക്വയറീസ് മാത്രം തീർത്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു സെക്ഷനിൽ മാത്രം ഇരുന്നാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയെങ്കിൽ ആ ഒരു സെക്ഷനെ പറ്റിയിട്ട് അതിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ സർവീസിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും സെക്ഷനിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു സെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോബാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളിപ്പം 12th പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. 12th പാസ് ഔട്ടോ അണ്ടർ ഗ്രാജുവേറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ വർക്കിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വർക്ക് എന്ന് പറയുന്നത് 2 ഷിഫ്റ്റ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, നമ്മൾ ഒരു ദിവസം മൊത്തം ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റും ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗിലാണ് ആഗ്രഹിച്ചാൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ ഇപ്പം ഈവനിങ്ങിൽ ഇപ്പം ഏതെങ്കിലും വർക്ക് കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ഷിഫ്റ്റ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നിട്ട് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഫ്രീ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല രീതിക്ക് ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചേരാൻ പറ്റിയിട്ടുള്ള ഒരു ജോബാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ജോബിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രെയിം ഔട്ട് നമ്മൾ തരുന്നുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് നമുക്ക് ആ ജോബിൽ വരുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകാൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മൾ സാധാരണ തരുന്നതിലോ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്തരത്തിൽ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് ഹയർമെന്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, എയർകോൾ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഇന്ന് നിങ്ങൾക്ക് എൻ്റർ ആവാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർഫേസ് അവർ കൊടുത്തിട്ടുള്ളത്, അതായത് കണക്ട്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഗ്രോ. ഓക്കെ, അപ്പൊ ഒരുപാട് കമ്പനീസ്, അതായത് ട്രസ്റ്റഡ് ബൈ 19,000+ കമ്പനീസ് ഓൾറെഡി ട്രസ്റ്റഡ് ചെയ്തിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അവർ സെയിൽസും കസ്റ്റമർ സപ്പോർട്ടിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ അവര് ക്ലാരിറ്റി, അതായത് എന്തെങ്കിലും ക്യൂറിയസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് സപ്പോർട്ടും നൽകുന്നുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ AI ഇന്റഗ്രേഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല രീതിക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ അവരെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജോബിനെ പറ്റി നോക്കാം. ഏറ്റവും അടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ കാരിയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മൾ കാരിയേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ പൊസിഷൻസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഓപ്പൺ പൊസിഷൻസ് അവൈലബിൾ ആണ്. ഇതൊരു MNC കമ്പനിയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഇതിൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോബിനെ പറ്റി നോക്കി നോക്കാം. ഇവിടെ ലൊക്കേഷനുള്ള സെലക്ട് നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പ്രൊഫഷണൽ ഉള്ള സ്ഥലത്ത് നിങ്ങൾ കസ്റ്റമർ എക്സ്പീരിയൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് ആ ഒരു ജോബിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആഫ്റ്റർനൂൺ സെക്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഏർലി മോർണിംഗ് ഷിഫ്റ്റും അവൈലബിൾ ആണ്. ഏത് വേണ്ട വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എബൌട്ട് യുവർ റോൾ, അതായത് നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മളെ വർക്കിംഗ് ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാറ്റർഡേയും സൺഡേയും വർക്ക് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള 5 ഡേയ്സിൽ നമുക്ക് ഏതെങ്കിലും 2 ഡേയ്സ് ലീവ് എടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റോൾ എന്താ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ലേണിംഗ്, അതായത് എയർകോൾ സ്ട്രോങ്ലി എൻകറേജ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ അവർ ടീംമേറ്റ് ഇൻ ദ എഫേർട്ട് ഓഫ് ഡെവലപ്പിംഗ്. അതായത് അവർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. എന്തൊക്കെയാ, നമുക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ടീമുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമുക്ക് വാട്ട് യു നീഡ് ടു സക്സസ് ഇൻ റോൾ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇംഗ്ലീഷിൽ നമുക്ക് ഫ്ലുവൻസി വേണം, കറക്റ്റ് ആയിട്ടുള്ള ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഓക്കെ, പിന്നെ നമുക്ക് വെർബൽ സ്കില്ല്,
പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ക്യൂരിയോസിറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രബിൾ ഷൂട്ട് കോംപ്ലക്സ് കസ്റ്റമർ ക്യൂറീസ്, അതായത് കുറച്ച് കോമൺ സെൻസും കാര്യങ്ങളൊക്കെ വേണം. കസ്റ്റമർ എന്താ പറയുന്നത് കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് അതിനായിട്ടുള്ള നല്ല മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ കസ്റ്റമർ റിവ്യൂസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം റിവ്യൂസ് നിങ്ങൾക്ക് നന്നായി കിട്ടുന്നോ അതിനനുസരിച്ചാവും നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്ന ജോബും കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ നമുക്ക് ജോബിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ള ഓപ്ഷൻ അടിയിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ അപ്ലൈ ഫോർ ജോബ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു ഫോം വഴി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വരും. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ റെസ്യൂമെ CV അറ്റാച്ച് റെസ്യൂമെ CV എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് റെസ്യൂമെ CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ട് അതൊക്കെ ഷോക്കേസ് ചെയ്യുന്നുള്ള ഒരു PDF ആണ്. അത് നിങ്ങൾക്ക് ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അതിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറേ അധികം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ നിങ്ങളെ ഫോട്ടോ വെക്കുക, നിങ്ങളെ പേര് മാറ്റിയിട്ട് നിങ്ങളെ പേരാക്കുക, അങ്ങനെ കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ റെസ്യൂമെ കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നിർബന്ധമല്ല, നിങ്ങൾക്ക് ഈ ഒരു റെഡ് സ്റ്റാർ കാണുന്നതാണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ആവശ്യം. ഓക്കെ, ഫുൾ നെയിം ഉണ്ട്, ഇമെയിൽ കൊടുക്കുക, പിന്നെ ഫോൺ നമ്പർ, കറണ്ട് ലൊക്കേഷൻ, കറണ്ട് കമ്പനി. ഓക്കെ, കറണ്ട് കമ്പനി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെയാണ്, ലിങ്ക്ഡിൻ URL കൊടുക്കാണ്ട്. അതായത് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ലിങ്ക്ഡിനിൽ പോയിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ. അതിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിയൊന്നും നിങ്ങൾക്ക് നിർബന്ധമല്ല, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കവർ ലെറ്റർ ആഡ് ചെയ്യാണ്ട്. കവർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ലെറ്റർ മാതിരിയാണ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ ജോബിലേക്ക് അവർ സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയണം. അതായത് നിങ്ങളുടെ സ്കില്ല് എന്താണ്, ഇതിൽ നിങ്ങളുടെ സ്കില്ല് എന്താണ്, കുറച്ച് കയറ്റി അടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വേണം. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കമ്പനി നെയിം മാറ്റുക, പേര് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അത് അപ്ലോഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക, കാരണം അതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ ജെൻഡർ വെച്ചിട്ടുണ്ട്, ജെൻഡർ നിങ്ങൾ മെയിലോ ഫീമെയിലോ കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ റേസ് ചോദിച്ചിട്ടുണ്ട്. റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഏഷ്യൻ, നമ്മളെ ഏഷ്യൻ ആണ്, ഏഷ്യൻ എന്ന് പറഞ്ഞിട്ട് നോട്ട് ഹിസ്പാനിക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറ്ററൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മിലിറ്ററി സർവീസ് പേഴ്സന്റെ ആണോ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതല്ലെങ്കിൽ നിങ്ങൾ ഐ ആം നോട്ട് എ വെറ്ററൻ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ് ഇത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫർദർ ആയിട്ടുള്ള ഇമെയിലും കാര്യങ്ങളൊക്കെ വരും. അതായത് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, ചെറിയ ഒരു അസസ്മെന്റ് ടെസ്റ്റ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഏണിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഏൺ ചെയ്യാനും പറ്റും. 30,000 rupees ആണ് ഒരു മിനിമം സാലറി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ആർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഏത് സെക്ഷനാണ് നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെക്ഷൻസും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ജോബാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് നിങ്ങൾക്ക് മോർണിംഗ് ഷിഫ്റ്റോ അല്ലെങ്കിൽ നൈറ്റ് ഈവനിങ് ഷിഫ്റ്റോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിൽ 2 ആപ്ലിക്കേഷൻ ഫോമും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഏതാണെന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രീലാൻസിങ് സ്കില്ലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.